എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്, മുഖത്തൊക്കെ പാടുണ്ടല്ലേ, അതൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്, സോ പെയിനാണ്. ഗുഡ് നൈറ്റ് ഗൈസ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോട്ടെ. വേറൊന്നുമല്ല, എടാ പാസ്റ്റ് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സുചേട്ടൻ മരിച്ചപ്പം ഒരു കുടുംബസ്ഥയാണ് അല്ലേ. പിന്നെ ഗ്രഹനാഥം പോകുമ്പോൾ ഗ്രഹനാഥയാണ്, പിന്നെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കുകയും കാര്യങ്ങൾ വളർത്തുക എല്ലാം ചെയ്യണ്ടേ. അതിനുവേണ്ടി അറിയാവുന്ന കാര്യം ആക്ടിങ് ആണ്. അതിനുവേണ്ടി ഒരുപാട് ആക്ട് ചെയ്തു, ഒരുപാട് ട്രോളുകൾ വാങ്ങിക്കൂട്ടി, പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞു, പല റിയാക്ടേഴ്സ് റിയാക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളെല്ലാം ചെയ്തു, സംഭവിക്കുന്നു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഈ ഒരു സിറ്റുവേഷനിലും നെഗറ്റീവ് അടിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലോട്ട് എത്താം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അവസ്ഥയാണ്. വയ്യാതിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമുക്ക് മാക്സിമം പ്രാർത്ഥിക്കാന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ നൈറ്റ് തന്നെ നമ്മളെല്ലാവരും കണ്ടു, പുള്ളിക്കാരിയുടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഏതോ ഒരു തന്നെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ആക്ച്വലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര മോശമാണ്. ഒരിക്കലും ഒരാളെ പറ്റി അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, എനിക്ക് ഉത്തരം പറയാനുള്ളൂ. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. പുള്ളിക്കാരി ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാത്രമേ പുള്ളിക്കാരി ചെയ്യുന്നുള്ളൂ. ഒരാളുടെ ഫ്രണ്ടിൽ ഇറക്കാനോ ഒന്നിനും വേണ്ടി പുള്ളിക്കാരി ഇന്ന് ഈ നിമിഷം വരെ പോയിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക, അത് മാത്രമേ പുള്ളിക്കാരി ചോദിക്കുന്നുള്ളൂ.